ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആൻഡ് യമ്മി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ഈ കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകം പറയാം. 2 കപ്പ് മൈദ കൊണ്ട് ചെയ്യുന്ന കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ മോൾഡ് ഒന്ന് റെഡിയാക്കി വെക്കാം. ശേഷം ഇൻഗ്രീഡിയൻസ് പറയാം. 5 കോഴിമുട്ട, 1 കപ്പ് ഷുഗർ, മിൽക്ക്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, വൈറ്റ് വിനീഗറാണ്, 1/2 കപ്പ് ഇൻസ്റ്റൻറ്റ് കോഫി, പിന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ള് ഉപ്പ്. ആണ് നമുക്കൊരു കേക്ക് ആദ്യം ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നീട് ഐസിങ്ങിൻ്റെ സമയത്ത് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഇനി ഡ്രൈ ഐറ്റംസ് ആയ മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് ഇതെല്ലാം ഒന്നിച്ചിട്ട് 2-3 തവണ നമ്മൾ അരിച്ചെടുക്കണം. അരിച്ചെടുത്ത പൗഡർ വേറെ തന്നെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ബട്ടറും ഷുഗറും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ശേഷം നമുക്കതിലേക്ക് എഗ്ഗ് കൂടി ചേർക്കണം. ഞാൻ 75 ഗ്രാം ബട്ടറും 1 കപ്പ് ഷുഗറും 1 ടീസ്പൂൺ വനില എസൻസുമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ബട്ടറും ഷുഗറും നല്ല ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എഗ്ഗ് ഓരോന്നായിട്ട് ചേർക്കുക. 5 എഗ്ഗ് നമുക്ക് ചേർക്കാനുണ്ട്. അത് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ലാസ്റ്റ് എഗ്ഗും കൂടെ ചേർത്തു. നമ്മുടെ മിക്സ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അധികം നേരം ചെയ്യാൻ പാടില്ല. പിന്നെ ശേഷം നമുക്ക് എഗ്ഗ് മിക്സ് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മളെ ഡ്രൈ ഐറ്റംസ് ഉണ്ടല്ലോ, മൈദ, കൊക്കോ പൗഡർ എല്ലാവയിട്ടും മിക്സ് ചെയ്ത മിക്സ് കുറച്ചായിട്ട് നമുക്ക് ചേർത്തിട്ട് മിക്സ് റെഡിയാക്കണം. അങ്ങനെ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോ എന്തോ കാരണവശാൽ ഡിലീറ്റായി പോയി. ഇനി ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മുടെ കേക്ക് മിക്സ് റെഡിയാക്കുമ്പോൾ ബീറ്റർ മാറ്റിയിട്ട് സ്പാച്ചുല കൊണ്ട് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ കംപ്ലീറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കരുത്. നമ്മുടെ കേക്ക് മിക്സ് എന്തായാലും റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് മോൾഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓവൻ ഒന്ന് തയ്യാർ ചെയ്യണം. ഓവൻ ഒരു 10 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിടണം. ശേഷം 10 മിനിറ്റ്സിന് ശേഷം നമ്മൾ 180യിൽ തന്നെ 35 മിനിറ്റ് ആദ്യം സെലക്ട് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം. മാക്സിമം ഏതാണ്ട് 40 മിനിറ്റോളം വേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കിയിട്ടത് കൂട്ടിയാൽ മതി. 35 മിനിറ്റ് ആയാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന്. ഷാർപ്പ് നൈഫിൻ്റെ അറ്റം കൊണ്ടോ പപ്പടം കുത്തി കൊണ്ടോ കുത്തി നോക്കാൻ പറ്റും. ഈ കേക്ക് ബാറ്റർ ഈ മോൾഡിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഒന്ന് തട്ടി കൊടുക്കണം 2-3 തവണ. കാരണം വെച്ചാൽ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാൻ. കേക്ക് ഓവനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമുണ്ട്. കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ അതിൽ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ഷുഗറും 3 ടേബിൾ സ്പൂൺ വെള്ളവും അടുപ്പിൽ വെച്ച് ഇങ്ങനെ ഉരുക്കിയെടുക്കുകയാണ്. ഷുഗർ അരിഞ്ഞു വന്നാൽ മാത്രം മതി. അല്ലാതെ അത് നൂൽപ്പരുവോ അങ്ങനെയൊന്നും ആവേണ്ടതില്ല. നന്നായിട്ട് തിളച്ച് ഷുഗറിൽ അലിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് എടുക്കണം. ഇപ്പം ഇനി ഇതിന് ഐസിങ്ങും എല്ലാം ചെയ്യണം. ഇത് കട്ട് ചെയ്യണം, ലെയർ ചെയ്യണം ആദ്യം. അതിന് ശേഷം നമുക്കിത് ഐസിങ് ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും നമുക്ക് ഐസിങ്ങിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഇത്രയൊക്കെ ജോലി ഇതിന് ഉണ്ട്. ശേഷമേ നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനും പിന്നെ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതൊരു 3 ലെയർ എനിക്ക് കിട്ടും തോന്നില്ല.
ആദ്യം ഒരു ലൈൻ ഇങ്ങനെ കൊടുക്കുന്നത് എളുപ്പമായിരിക്കും നമുക്ക് കട്ട് ചെയ്യാൻ. ഞാനിപ്പോൾ 2 പീസായിട്ടാണ് ലെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പീസ് ഇങ്ങോട്ട് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് ഷുഗർ പാനി ബ്രഷ് ചെയ്ത് കൊടുക്കുക. മൂന്ന് ചെയ്യാൻ അത്രയും തിക്നെസ് ഇല്ല ഇതിന്, അതുകൊണ്ടാണ് 2 പീസ് ചെയ്തത്. ഞാൻ ഈ ലെയർ ചെയ്തതിൻ്റെ മേലെ ഷുഗർ പാനിയാണ്. ഞാൻ ഇന്നലെ ഷുഗർ പാനി ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതിന് ഞാൻ 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ വാട്ടർ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തിളച്ച് കഴിഞ്ഞ ശേഷം ഓഫ് ചെയ്തു. അപ്പം ഇത് അധികമായി പോകരുത്. നമ്മൾ ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന കൂടിയ പ്രശ്നമാണ്, കൂടാതെ കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അപ്പം ഇങ്ങനെ 2 പീസുമിൽ നന്നായിട്ടൊന്ന് ലെയർ ചെയ്ത് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്. 2 പീസുമിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഐസിങ്ങിൻ്റെ നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അതുവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇതിലിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഇത് ഇപ്പോൾ ചൂട് കാലമാണ്, ഇത് ബീറ്റ് ചെയ്യുമ്പം പെട്ടെന്ന് നമുക്ക് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. തണുപ്പ് അടിയിൽ കിട്ടണം. അതിന് ഞാൻ ഇതിലേക്കൊരു ബൗൾ ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് വിപ്പിംഗ് ക്രീമാണ്. ഇതിപ്പോൾ ഒരു 1/2 ലിറ്ററോളം എടുക്കണം. ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. മാക്ടോപ്പ് ആണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഷുഗർ ചേർക്കേണ്ടതില്ല. ഇനി ഞാൻ ഈ ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതേ പരുവത്തിൽ വേണം, ഇത്രയും തിക്നെസ് വേണം. ഇനി ഇത് ഐസിങ് ചെയ്യാം. അപ്പം ഞാൻ ഈ കേക്ക് ഐസിങ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മുടെ ഇത് അടിയിലേക്ക് ഒരിത്തിരി ക്രീം അവിടെ വെച്ചാൽ ഇതങ്ങനെ അവിടെ പിടിച്ച് നിൽക്കും, നീങ്ങി പോവില്ല. എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഐസിങ് ചെയ്യാൻ പോവുകയാണ്. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. തിക്നെസ് നിങ്ങൾക്ക് എത്ര വേണമെന്ന് നിങ്ങൾക്ക് ചെയ്യാം. ക്രീം അധികം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചെയ്യാം. ഇതിപ്പം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഞാനിപ്പോൾ അടുത്ത ലെയർ കേക്കും കൂടി ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ്. വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാ ഡെക്കറേഷനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.